നമ്മുടെ നാലാമത്തെ ചാപ്റ്ററിന്റെ പേര് സഹകരണ സംഘങ്ങളും ജോയിന്റ് സ്റ്റോക്ക് കമ്പനികളും എന്നാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് എന്താണ് സഹകരണ സംഘങ്ങൾ. അംഗങ്ങളുടെ ക്ഷേമം അടിസ്ഥാന ലക്ഷ്യമാക്കി കുറേ വ്യക്തികൾ സ്വമേധയാ ഒത്തൊരുമിച്ച് രൂപം കൊടുക്കുന്ന സംരംഭമാണ് സഹകരണ സംഘം. ഏതൊരു സഹകരണ സംഘത്തിന്റെയും മൗലിക തത്വം പരസ്പര സഹായമാണ്. അതായത് സഹകരണ സംഘം എന്ന് വെച്ചാൽ ആ സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്ക് പരസ്പര സഹായം നൽകാൻ വേണ്ടിയിട്ട് അവർ രൂപീകരിക്കുന്ന ഒരു ബിസിനസ് സംഘടനാ രൂപമാണ് സഹകരണ സംഘങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഹിന്ദു കൂട്ടുകുടുംബ ബിസിനസ്സും അതുപോലെ തന്നെ പങ്കാളിത്ത ബിസിനസ്സും അതുപോലെ തന്നെ ഏകാംഗ വ്യാപാരം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്താണ്, വിവിധ തരത്തിലുള്ള ബിസിനസ് സംഘടനാ രൂപമാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു ബിസിനസ് സംഘടനാ രൂപമാണ് സഹകരണ സംഘങ്ങൾ. എന്നാൽ ഈ ഒരു സഹകരണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം ലാഭമുണ്ടാക്കലല്ല. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള 3 ബിസിനസ് സംഘടനാ രൂപങ്ങളുടെയും പ്രധാന ലക്ഷ്യം എന്താണ്, ലാഭമുണ്ടാക്കലാണ്. എന്നാൽ ഇവിടെ സഹകരണ സംഘത്തിലേക്ക് വരുമ്പം ആ സംഘത്തിലുള്ള അംഗങ്ങൾക്ക് പരസ്പര സഹായം നൽകലാണ് ഇവരുടെ പ്രധാന ലക്ഷ്യമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സഹകരണ സംഘത്തിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തത് സ്വമേധയാലുള്ള അംഗത്വം. ഒരു സഹകരണ സംഘത്തിലെ അംഗത്വം സ്വമേധയാ ഉള്ളതാണ്. അതായത് ഒരാൾക്ക് ഒരു സഹകരണ സംഘത്തിന്റെ തന്റെ ഇഷ്ടപ്രകാരം അംഗമായി ചേരാം. അതായത് ഈ ഒരു സഹകരണ സംഘത്തിൽ നമുക്ക് അംഗമാകണമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഒരു സഹകരണ സംഘത്തിൽ അംഗമായിട്ട് മാറാം. ഓക്കെ, അതായത് നമുക്ക് ഒരു സഹകരണ സംഘത്തിൽ ചേരാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ സംഘത്തിൽ നമുക്ക് ചേരാനായിട്ട് സാധിക്കും. അടുത്തത് നിയമപരമായ പദവി. സഹകരണ സംഘം നിർബന്ധമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. അതായത് ഒരു സഹകരണ സംഘം നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അടുത്തത് ക്ലിപ്ത ബാധ്യത അല്ലെങ്കിൽ പരിമിത ബാധ്യതയാണ്. നമ്മൾ മുന്നേ പഠിച്ചിരിക്കുന്ന ഏകാംഗ വ്യാപാരമായാലും പങ്കാളിത്തമായാലും അവിടെയൊക്കെ ബാധ്യത എന്തായിരുന്നു, അപരിമിതമായിരുന്നു അല്ലേ. എന്നാൽ ഇവിടെ അംഗങ്ങളുടെ ബാധ്യത പരിമിത ബാധ്യത അല്ലെങ്കിൽ ക്ലിപ്ത ബാധ്യതയാണ്. അതായത് ഇവിടെ ഈ ഒരു ബിസിനസ്സിലെ അംഗങ്ങൾക്ക് അവരുടെ സ്വന്തം സ്വത്ത് വകകൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നില്ല. അവർ എത്ര പൈസയാണോ ആ ബിസിനസ്സിൽ ഒരു മെമ്പർഷിപ്പ് ഫീസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത് മാത്രമേ ബിസിനസ്സിന് എന്തെങ്കിലും ബാധ്യത വന്നാൽ നഷ്ടമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അംഗങ്ങളുടെ ബാധ്യത പരിമിതമാണ്. ഓക്കെ, അടുത്തത് നിയന്ത്രണമാണ്. നിയന്ത്രണം, ഈ ഒരു സഹകരണ സംഘത്തിന്റെ നിയന്ത്രണം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സംഘത്തിലെ അംഗങ്ങൾ കൂടി ചേർന്നിട്ട് ഒരു നിർവഹണ സമിതിയെ തെരഞ്ഞെടുക്കും. ആ നിർവഹണ സമിതിയായിരിക്കും ഈ ഒരു സംഘം നിയന്ത്രിക്കുന്നുണ്ടായിരിക്കുക. ഒരു സംഘത്തിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ടാകും. അപ്പൊ എല്ലാ അംഗങ്ങൾക്കും ആ ഒരു സംഘം നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ആ അംഗങ്ങൾ കൂടി ചേർന്ന് കുറച്ച് വ്യക്തികളെ തീരുമാനിക്കും. അവരായിരിക്കും സംഘം നിയന്ത്രിക്കുക. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോപ്പറേറ്റീവ് സൊസൈറ്റിനെ പറ്റി കേട്ടിട്ടില്ലേ, കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ കേട്ടിട്ടില്ലേ. അതാണ് സഹകരണ സംഘങ്ങൾ. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു സഹകരണ സംഘത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം, അഥവാ മെറിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒന്നാമത്തത് തുല്യമായ വോട്ടവകാശം. അതായത് ഈ സംഘങ്ങളിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യമായ വോട്ടവകാശമായിരിക്കും. ഒരാൾക്ക് ഒരു വോട്ട് നൽകാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞു സംഘത്തിലെ നിയന്ത്രിക്കാനായിട്ടുള്ള ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നത് സംഘത്തിലെ ആൾക്കാർ കൂടി ചേർന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ആ തെരഞ്ഞെടുപ്പിന്റെ വോട്ടൊക്കെ എല്ലാവർക്കും തുല്യമായിരിക്കും. ഒരാൾക്ക് ഒരു വോട്ട്. ഇനി സംഘത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ അവിടെ വോട്ട് ചെയ്യുന്ന സമയത്ത് ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ട് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവർക്കും തുല്യമായ വോട്ടവകാശമായിരിക്കും. അടുത്തത് ക്ലിപ്ത ബാധ്യത. നമ്മൾ പറഞ്ഞു ക്ലിപ്ത ബാധ്യത അല്ലെങ്കിൽ ഒരു പരിമിത ബാധ്യത എന്ന് വെച്ചാൽ ഇത് നേട്ടമാണല്ലേ. അതായത് ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടം പറ്റിയാലും ഇവരുടെ സ്വന്തം സ്വത്തുവകകൾക്ക് ഒന്നും സംഭവിക്കുന്നില്ല. ഇവരുടെ ബാധ്യത ക്ലിപ്തമാണ്. അടുത്ത ഒരു നേട്ടം സർക്കാർ സഹായമാണ്. ഇത്തരം സഹകരണ സംഘങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പല സഹായങ്ങളും ലഭിക്കും. ഓക്കെ, അടുത്തത് രൂപീകരിക്കാനുള്ള എളുപ്പം. ഇത്തരം സഹകരണ സംഘങ്ങൾ രൂപീകരിക്കാൻ എളുപ്പമാണ്. ഒരുപാട് നിയമ നടപടികളൊന്നും ഇല്ല. ഓക്കെ, അടുത്തതായിട്ട് ദോഷങ്ങളാണ്. സഹകരണ സംഘത്തിന്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഒന്നാമത്തത് പരിമിത വിഭവങ്ങൾ.
പരിമിതമായ വിഭവങ്ങളായിരിക്കും അവിടെ. അതായത് ഇപ്പം നമുക്ക് എന്താണ് ഈ ഒരു ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ക്യാപിറ്റൽ ആണെങ്കിലും അതുപോലെ തന്നെ എന്താണ് എഫിഷ്യന്റ് ആയ സ്റ്റാഫ് ആണെങ്കിലും ഒക്കെ എന്താണ് പരിമിതമായിരിക്കും. അവിടെ എന്താണ് ഒരു വലിയൊരു മൂലധനമൊന്നും ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഉണ്ടാവില്ല. ഓക്കെ, അടുത്തത് സർക്കാർ നിയന്ത്രണം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സഹായങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ് സർക്കാർ ചില നിയന്ത്രണങ്ങളും ഇവർക്ക് മേൽ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള അത്തരം നിയന്ത്രണങ്ങൾ നമ്മുടെ ബിസിനസിനെ ബാധിക്കും. ഓക്കെ, അടുത്തത് അഭിപ്രായ വ്യത്യാസങ്ങളാണ്. സഹകരണ സംഘത്തിലെ അംഗങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് വ്യക്തികൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എന്തായാലും എന്താണ് അവിടെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് സഹകരണ സംഘത്തിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികളായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വിവിധ തരം സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നോക്കാം. പ്രധാനമായിട്ട് 5 തരത്തിലാണ് സഹകരണ സംഘങ്ങൾ ഉള്ളത്. ഒന്നാമത്തത് ഉപഭോക്തൃ സഹകരണ സംഘം, രണ്ടാമത്തത് ഉൽപാദക സഹകരണ സംഘങ്ങൾ, മൂന്നാമത്തത് വിപണന സഹകരണ സംഘങ്ങൾ, നാലാമത്തത് കർഷക സഹകരണ സംഘങ്ങൾ, അഞ്ചാമത്തത് വായ്പാ സഹകരണ സംഘങ്ങൾ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഉപഭോക്തൃ സഹകരണ സംഘം എന്ന് വെച്ചാല് അതിലുള്ള ഉപഭോക്താക്കളുടെ, അതായത് ആ സംഘങ്ങളിലെ അംഗങ്ങൾ ഉപഭോക്താക്കളായിരിക്കും അല്ലെ. അതായത് കസ്റ്റമേഴ്സ്, നമ്മളൊക്കെ ഉപഭോക്താക്കളാണ് അല്ലെ, സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ നമ്മളൊക്കെ. അപ്പോൾ നമ്മളൊക്കെ എന്താണ് ഉപഭോക്താക്കളാണ്. അപ്പോൾ ആ സഹകരണ സംഘങ്ങളുടെ ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഉപഭോക്തൃ സഹകരണ സംഘത്തിലുള്ള അംഗങ്ങൾക്ക് സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കുന്ന സഹകരണ സംഘങ്ങളാണ് ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ. അതായത് അവർ വാങ്ങിക്കുന്ന സാധനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് എന്താണ് സാധനങ്ങൾ കിട്ടുക, നമുക്ക് ഉപയോഗിക്കേണ്ട വസ്തുക്കൾ ന്യായമായ വിലയ്ക്ക് കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി രൂപീകരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളാണ് ഉപഭോക്തൃ സഹകരണ സംഘങ്ങൾ. ഓക്കെ, അടുത്തത് ഉൽപാദക സഹകരണ സംഘങ്ങളാണ്. ഉൽപാദകർ കൂടി ചേർന്നിട്ടായിരിക്കും ഇത്തരം സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടായിരിക്കുക. അതിലുള്ള ഉൽപാദകർക്ക് അവർക്ക് ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഉൽപാദകർ അല്ലെങ്കിൽ എന്താണ് പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ ആ ഒരു ഉൽപാദകർക്ക് അവർക്ക് വേണ്ട ഉൽപാദനത്തിന് ആവശ്യമായ സാധനങ്ങൾ കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളാണ് ഉൽപാദക സഹകരണ സംഘങ്ങൾ. ഓക്കെ, അടുത്തത് വിപണന സഹകരണ സംഘങ്ങൾ. വിപണന സഹകരണ സംഘങ്ങൾ എന്ന് വെച്ചാൽ ഉൽപാദകർ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങളില്ലേ, ആ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് ന്യായ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന സഹകരണ സംഘങ്ങളാണ്. അതായത് നമ്മൾ എന്താണ് ഉൽപാദക സഹകരണ സംഘങ്ങളിൽ പറഞ്ഞു, സാധനങ്ങൾ എന്താ ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ അവർ കൂടി ചേർന്നിട്ടുള്ള സഹകരണ സംഘങ്ങളാണ് ഉൽപാദക സഹകരണ സംഘങ്ങൾ. അവർക്ക് ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ആ ഒരു വസ്തുക്കളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താണ് ഉൽപാദന സഹകരണ സംഘം സഹായിക്കും. ഇനി അവർ ഇതേപോലെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള ആ ഒരു ഉൽപ്പന്നങ്ങൾ അത് വിൽക്കണം അല്ലേ, അവർ നിർമ്മിച്ചിട്ടുള്ള ആ ഉൽപ്പന്നങ്ങൾ വിൽക്കണ്ടേ, അത് എങ്ങനെയെങ്കിലും വിറ്റാൽ മതിയോ, ന്യായമായ വിലയ്ക്ക് വിൽക്കണം അല്ലേ. അപ്പൊ ആ ഒരു ന്യായമായ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് അവർ രൂപീകരിക്കുന്ന സഹകരണ സംഘമാണ് വിപണന സഹകരണ സംഘങ്ങൾ. ഓക്കെ, അടുത്തത് കർഷക സഹകരണ സംഘങ്ങളാണ്. കർഷകർ കൂടി ചേർന്നിട്ട് തുടങ്ങുന്ന സഹകരണ സംഘങ്ങളാണ് കർഷക സഹകരണ സംഘങ്ങൾ. അവർക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കർഷക സഹകരണ സംഘങ്ങൾ അവർ ആരംഭിക്കുന്നത്. ഓക്കെ, അടുത്തത് വായ്പാ സഹകരണ സംഘങ്ങളാണ്. വായ്പാ സഹകരണ സംഘങ്ങൾ എന്ന് വെച്ചാൽ ഈ ഒരു സഹകരണ സംഘത്തിലെ അംഗങ്ങൾക്ക് ന്യായമായ പലിശ നിരക്കിൽ വായ്പ ലഭിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളാണ്. അതായത് ഇപ്പൊ എന്താ അവർക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ പണത്തിന്റെ ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് എന്താണ് ന്യായമായ പലിശ നിരക്കിൽ, കൊള്ള പലിശയൊന്നും ഇല്ലാതെ ന്യായമായ പലിശ നിരക്കിൽ പണം കിട്ടാൻ വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള സഹകരണ സംഘങ്ങളെ വായ്പാ സഹകരണ സംഘങ്ങൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ 5 എണ്ണവുമാണ് വിവിധ തരത്തിലുള്ള സഹകരണ സംഘങ്ങൾ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമുക്ക് സഹകരണ സംഘം കൊണ്ട് പഠിക്കാനുള്ളത്. സഹകരണ സംഘം എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, വിവിധ തരം സഹകരണ സംഘങ്ങൾ ഏവയാണ്. അടുത്തതായിട്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അതായത് അടുത്തൊരു ബിസിനസ് സംഘടനാ രൂപമാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വെച്ചാൽ എന്താ നോക്കാം.
സ്ഥായി ഭാവവും പൊതുമുദ്രയും വേറിട്ട നിയമപരമായ അസ്തിത്വവുമുള്ള ഒരു കൂട്ടം വ്യക്തികളുടെ ഒരു സംയോജിത സംഘമാണ് ഒരു കമ്പനി. കമ്പനീസ് ആക്ട് 1956 വകുപ്പുകൾ പ്രകാരമാണ് കമ്പനി എന്ന സ്ഥാപനത്തിന്റെ നടത്തിപ്പും ഭരണനിർവഹണവും. അതായത് ഒരു കൂട്ടം വ്യക്തികൾ കൂടി ചേർന്നിട്ട് ആരംഭിക്കുന്ന കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളെയാണ് നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇത്തരം കമ്പനികൾക്ക് സ്ഥായി ഭാവവും അതുപോലെ തന്നെ എന്താണ് ഒരു പൊതുമുദ്രയും ഉണ്ടായിരിക്കും. ഓക്കെ, ഈ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത്തെ സവിശേഷതയായിട്ട് വരുന്നത് രൂപീകരണമാണ്. രൂപീകരണം അതായത് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രൂപീകരിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് കമ്പനീസ് ആക്ട് പ്രകാരമാണ്. 1956 കമ്പനീസ് ആക്ട് ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2013 ഈ ഒരു ആക്ട് ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ കമ്പനീസ് ആക്ട്, ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013, ഈ ആക്ട് പ്രകാരമാണ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രൂപീകരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കമ്പനി രൂപീകരണത്തിനായി എന്താണ് ആ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അടുത്തത് നിയന്ത്രണമാണ്. നിയന്ത്രണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കമ്പനിയിലെ അംഗങ്ങളെ നമ്മൾ പറയുക ഓഹരി ഉടമകൾ എന്നാണ്. നേരത്തെ നമ്മൾ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ പങ്കാളിത്തം പറയുന്ന സമയത്ത് അതിലുള്ള അംഗങ്ങളെ പങ്കാളികൾ എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലെ അംഗങ്ങളെ നമ്മൾ പറയുക ഓഹരി ഉടമകൾ എന്നാണ്. ഓഹരി ഉടമകൾ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓഹരി ഉടമകൾ കൂടി തെരഞ്ഞെടുക്കുന്ന ഒരു ഡയറക്ടർ ബോർഡാണ് കമ്പനിയെ നിയന്ത്രിക്കുന്നത്. അതായത് എല്ലാ ഓഹരി ഉടമകളും കൂടി ചേർന്നിട്ട് അവരുടെ കമ്പനി നിയന്ത്രിക്കാനായിട്ട് ഒരു ഡയറക്ടർ ബോർഡിനെ തെരഞ്ഞെടുക്കും. കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുക്കും. അവരെ വോട്ട് ചെയ്തിട്ടായിരിക്കും തെരഞ്ഞെടുക്കുക. അപ്പൊ അവരാണ് കമ്പനി എന്ത് ചെയ്യുന്നത്, കമ്പനിയുടെ മുഴുവൻ നിയന്ത്രണവും അവരുടെ കയ്യിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അടുത്തത് ബാധ്യതയാണ്. ഈ ഒരു ഓഹരി ഉടമകളുടെ ബാധ്യത ക്ലിപ്ത ബാധ്യതയാണ് അല്ലെങ്കിൽ പരിമിത ബാധ്യതയാണ്. നമ്മൾ മുന്നേ സഹകരണ സംഘത്തിലുള്ള അംഗങ്ങളുടെ ബാധ്യത പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ അംഗങ്ങളുടെ ബാധ്യതയും പരിമിതമാണ്. അതായത് ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അംഗങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടീസിന് എന്താണ് ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ ഏകാംഗ വ്യാപാരം ആയാലും പങ്കാളിത്ത സ്ഥാപനം ആയാലും ഒക്കെ അവർ നടത്തുന്ന ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടം പറ്റിയാൽ അവരുടെ സ്വന്തം പ്രോപ്പർട്ടീസ് വിറ്റിട്ടാണെങ്കിലും നഷ്ടം നികത്തി കൊടുക്കണമായിരുന്നു. പക്ഷേ ഇവിടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ വരുന്ന സമയത്ത് ഇവരുടെ സ്വന്തം പ്രോപ്പർട്ടീസ് എന്താണ്, സ്വന്തം പ്രോപ്പർട്ടീസിന് ഒന്നും സംഭവിക്കുന്നില്ല. ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടം പറ്റിയാൽ ഇവർ എത്ര പൈസയാണോ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ പൈസ മാത്രമേ നഷ്ടമാകൂ. അല്ലാതെ സ്വന്തം പ്രോപ്പർട്ടീസ് വിറ്റിട്ട് നഷ്ടം നികത്തേണ്ട ആവശ്യമില്ല. അതാണ് ഇവരുടെ ബാധ്യത എന്താണ്, പരിമിതമാണ്. എത്ര പൈസയാണോ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്രയും പൈസ മാത്രമേ അവർക്ക് നഷ്ടാകൂ. ഓക്കെ, അടുത്തത് നഷ്ടസാധ്യത ഏറ്റെടുക്കൽ. ഇവിടെ എന്താണ് എല്ലാ അംഗങ്ങളും കൂടി ചേർന്ന് ബിസിനസിന്റെ നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നു. അടുത്തത് കൃത്രിമ വ്യക്തി. ഇവിടെ എന്താണ് കമ്പനിയെ നമ്മൾ ഒരു കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് കമ്പനിക്ക് നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ കമ്പനിക്ക് എന്താണ് ഒരു പേരുണ്ടായിരിക്കും. കമ്പനി എന്താണ് ഒരു കൃത്രിമമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത്. അതിന് നിയമപരമായിട്ടൊരു അസ്തിത്വം ഉണ്ടായിരിക്കും. നിയമപരമായിട്ട് എന്താണ് നിയമപരമായി കമ്പനിക്ക് നമ്മൾ ഒരു ബർത്ത് നൽകുകയാണ് ചെയ്യുന്നത്. ഒരു കമ്പനിക്ക് എന്താണ് ഒരു പുതിയൊരു വ്യക്തിയെ പോലെയാണ് നമ്മൾ കമ്പനിയെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ കമ്പനിക്ക് കമ്പനിയുടേതായ പേരുണ്ടായിരിക്കും. കമ്പനിക്ക് ഒപ്പുവെക്കാൻ വേണ്ടിയിട്ടാണ് അവർ സീൽ ഉള്ളത്. അതുപോലെ തന്നെ കമ്പനിയുടെ അംഗങ്ങൾക്ക് വരുന്ന മരണമോ അല്ലെങ്കിൽ അവർക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും കമ്പനിയെ ബാധിക്കുന്നില്ല. കമ്പനി വേറിട്ടൊരു വ്യക്തിയാണ്. അതായത് കമ്പനിയെ നമ്മൾ കൃത്രിമമായിട്ടൊരു വ്യക്തിയാക്കിയിട്ടാണ് ഇവിടെ രൂപീകരിക്കുന്നത്. അടുത്തത് ഓഹരികളുടെ കൈമാറ്റം. ഓഹരികളുടെ കൈമാറ്റം എന്ന് വെച്ചാൽ ഇപ്പം ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ
ഓഹരി ഉടമ. ആ ഓഹരി ഉടമയ്ക്ക് എന്താണ് ആ കമ്പനിയിൽ ഇപ്പം എന്താണ് അംഗമാവാൻ താല്പര്യമില്ല. അതിൽ നിന്ന് എന്താണ് പിരിഞ്ഞു പോവാൻ അവർ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവരുടെ കയ്യിലുള്ള ആ കമ്പനിയുടെ ആ ഒരു ഓഹരി ഷെയർ എന്ന് പറയും. അപ്പോൾ ആ ഷെയർ അവർക്ക് വേണ്ടെങ്കിൽ എന്താണ് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ആ ഒരു ബിസിനസ്സിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. അതിനെയാണ് നമ്മൾ ഓഹരികളുടെ കൈമാറ്റം എന്ന് പറയുന്നത്. അതായത് ഷെയർ നമുക്ക് എന്താണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. അതിന്റെ ഒരു എക്സാമ്പിൾ പറയുമ്പം ഒരു കമ്പനിയുടെ ഒരു കമ്പനിയിൽ നമ്മൾ എന്താണ് 1,00,000 രൂപ നമ്മൾ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. നമ്മുടെ കയ്യിലുള്ള 1,00,000 രൂപ കൊടുത്തിട്ട് നമ്മൾ ആ കമ്പനിയുടെ ഒരു ഓഹരി വാങ്ങിച്ചു. കുറച്ച് ഓഹരികൾ വാങ്ങിച്ചു. അപ്പോൾ ആ ഷെയർ നമുക്ക് എന്താണ് ഇനി ആ കമ്പനിയിൽ തുടരാനായിട്ട് താല്പര്യമില്ല. നമ്മുടെ കയ്യിൽ ആ ഒരു കമ്പനിയുടെ 1,00,000 രൂപയുടെ ഓഹരികളുണ്ട്. അപ്പോൾ നമുക്ക് ഒഴിഞ്ഞു പോകണമെങ്കിൽ ആ ഓഹരി നമുക്ക് എന്താണ് അത് വാങ്ങിക്കാൻ താല്പര്യമുള്ള മറ്റൊരു വ്യക്തിക്ക് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ കമ്പനിയിൽ നിന്ന് ഒഴിയാം. അപ്പോൾ അതിനെയാണ് നമുക്ക് എന്താണ് ഓഹരികൾ നമുക്ക് എന്താണ് കൈമാറ്റം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്നാമത് ക്ലിപ്ത ബാധ്യത അല്ലെങ്കിൽ പരിമിത ബാധ്യത. കമ്പനിയുടെ ഓഹരി ഉടമകളുടെ ബാധ്യത എന്താണ് ക്ലിപ്തമാണ് അല്ലെങ്കിൽ എന്താണ് പരിമിതമാണ്. ഇതൊരു ഗുണമാണ്. ഓക്കെ, ഓഹരികളെ ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് ഷെയർസ്. അടുത്തത് സ്ഥിരമായ നിലനിൽപ്പ്. ഇവിടെ എന്താണ് കമ്പനിക്ക് സ്ഥിരതയുണ്ട്. അതായത് നമ്മൾ മുന്നേ പഠിച്ച ഏകാംഗ വ്യാപാരമായാലും പങ്കാളിത്തമായാലും ഒക്കെ അതിലുള്ള അംഗങ്ങൾക്ക് വരുന്ന മരണമൊക്കെ എന്തിനെ ബാധിക്കും ബിസിനസ്സിനെ ബാധിക്കും. അംഗങ്ങൾക്ക് മരണം സംഭവിച്ചാൽ ബിസിനസ്സും അവിടെ അവസാനിക്കും. എന്നാൽ ഇവിടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലേക്ക് വരുമ്പം ഇതിലുള്ള അംഗങ്ങൾ അഥവാ ഓഹരി ഉടമകൾക്ക് വരുന്ന മരണമോ അല്ലെങ്കിൽ അവർക്ക് വരുന്ന പ്രശ്നങ്ങളൊന്നും ബിസിനസ്സിനെ ബാധിക്കുന്നില്ല. ബിസിനസ്സിന് എന്തുണ്ട് സ്ഥിരതയുണ്ട്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അങ്ങനെ തന്നെ തുടരും. ഓക്കെ, അടുത്തത് പ്രൊഫഷണൽ ഭരണം. ഇവിടെ ഈ ഒരു കമ്പനി ഭരിക്കുന്നത് പ്രൊഫഷണൽസ് ആണ്. അതായത് നല്ല വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് കമ്പനി എന്ത് ചെയ്യുന്നത് ഭരിക്കുന്നത്. ഷെയർ ഹോൾഡേഴ്സ് കൂടി ചേർന്നിട്ട് ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനെ തീരുമാനിക്കും. അവരെന്താണ് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ എന്ത് ചെയ്യും കമ്പനിയുടെ മാനേജേഴ്സ് ഒക്കെ ആയിട്ട് നിയമിക്കും. അവരാണ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, അടുത്തത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ദോഷങ്ങളാണ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, രൂപീകരിക്കാൻ ബുദ്ധിമുട്ട്. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി രൂപീകരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിന് കുറച്ച് നിയമ നടപടികളുണ്ട്. നമ്മൾ പറഞ്ഞു ഒരു കൃത്രിമമായ ഒരു വ്യക്തിയായിട്ടാണ് കമ്പനിയെ മാറ്റുന്നത്. അപ്പോൾ ഒരു പുതുതായിട്ടൊരു കമ്പനി രൂപീകരിക്കാനായിട്ട് ഒരുപാട് നിയമ നടപടികളുണ്ട്. അതുകൊണ്ട് തന്നെ രൂപീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അടുത്തത് തീരുമാനമെടുക്കാൻ താമസം. ഇവിടെ എന്താണ് തീരുമാനമെടുക്കാനായിട്ട് താമസമുണ്ട്. കാരണം നമുക്ക് എന്താണ് ഒരുപാട് ഓഹരി ഉടമകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് അംഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്താണ് ആ അംഗങ്ങളുടെ ഒക്കെ അഭിപ്രായം അറിയണം. അതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കണം. അപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്താണ് കുറച്ച് കാലതാമസം ഉണ്ടായിരിക്കും. അടുത്തത് അമിതമായ സർക്കാർ നിയന്ത്രണം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മുകളിൽ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. അവരെന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്താണ് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് സർക്കാർ നിയന്ത്രണങ്ങളൊക്കെ എന്തുണ്ടായിരിക്കും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മുകളിൽ ഉണ്ടായിരിക്കും. ടാക്സ് അടക്കുന്ന കാര്യമായാലും അതിലൊക്കെ എന്താണ് ഒരുപാട് സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് തീരുമാനമെടുക്കാൻ താമസം. ഇവിടെ എന്താണ് തീരുമാനമെടുക്കാനായിട്ട് താമസമുണ്ട്. കാരണം നമുക്ക് എന്താണ് ഒരുപാട് ഓഹരി ഉടമകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് അംഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ എന്താണ് ആ അംഗങ്ങളുടെ ഒക്കെ അഭിപ്രായം അറിയണം. അതിന് വേണ്ടിയിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ വിളിക്കണം. അപ്പോൾ ഒരു തീരുമാനം എടുക്കാനായിട്ട് എന്താണ് കുറച്ച് കാലതാമസം ഉണ്ടായിരിക്കും. അടുത്തത് അമിതമായ സർക്കാർ നിയന്ത്രണം. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മുകളിൽ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. അവരെന്താണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എന്താണ് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് സർക്കാർ നിയന്ത്രണങ്ങളൊക്കെ എന്തുണ്ടായിരിക്കും ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മുകളിൽ ഉണ്ടായിരിക്കും. ടാക്സ് അടക്കുന്ന കാര്യമായാലും അതിലൊക്കെ എന്താണ് ഒരുപാട് സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് ചുരുക്കം പേർ ചേർന്നുള്ള ഭരണം. ഇവിടെ എന്താണ് ഒരു കമ്പനിയുടെ ഒരുപാട് പേർക്ക് എന്താണ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എന്താണ് ഓഹരി ഉടമകളാകാനായിട്ട് പറ്റും. പക്ഷെ എല്ലാവരും കൂടി ചേർന്നിട്ട് കമ്പനി ഭരിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ഷെയർ ഏറ്റവും കൂടുതൽ ഓഹരി ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്കായിരിക്കും കമ്പനി ഭരിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കുക.
ഇത്രയുമാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ദോഷങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ അർത്ഥം, അതുപോലെ തന്നെ അതിന്റെ സവിശേഷതകള്, ഗുണങ്ങള്, ദോഷങ്ങൾ, ഇത്രയും കാര്യം പറഞ്ഞു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതായത് നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സഹകരണ സംഘങ്ങൾ അഥവാ ഇംഗ്ലീഷിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയും. അപ്പോൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റീനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ പറ്റിയിട്ടുമാണ് പഠിച്ചത്.